ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് തിയേറ്ററിൽ 8 നില പൊട്ടി ഇപ്പോൾ C5 OTT റിലീസ് ചെയ്ത സിനിമ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് കണ്ട് അതിൻ്റെ റിവ്യൂലോട്ടാണ്. ഈ ഒരു സിനിമയ്ക്ക് ഒത്തിരി പ്രത്യേകതയുണ്ട്. അതിൻ്റെ ഡയറക്ടർ ഗൗതം വാസുദേവ മേനോൻ GVM. ആ പുള്ളിക്കാരനാണ് ഇതിൻ്റെ പ്രത്യേകത. റൈറ്റർ പുള്ളിക്കാരനും രണ്ടുപേരും കൂടെ ചേർന്ന് എഴുതിയിട്ടുണ്ട്. ഗൗതം മേനോനും പിന്നെ നീരജ് രാജനും ആണ് ഇതിൻ്റെ സ്റ്റോറി എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഗൗതം മേനോൻ്റെ സിനിമയുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഗൗതം വാസുദേവ മേനോൻ ഡയറക്ഷൻ ചെയ്ത് ഏറ്റവും പെട്ടെന്ന് റിലീസായ സിനിമ ഇതായിരിക്കും. പുള്ളിക്കാരന് ഒരു നാഷണൽ അവാർഡ് കൊടുക്കേണ്ടി വരും. കാരണം പുള്ളിക്കാരൻ്റെ കരിയറിൽ ഏറ്റവും പെട്ടെന്ന് റിലീസായ സിനിമ. കാരണം നിങ്ങൾ കണ്ടു കാണും പുള്ളിക്കാരൻ്റെ സിനിമയൊക്കെ ഒത്തിരി ഒരു 10 വർഷമൊക്കെ ആവും സിനിമ റിലീസാവുള്ളൂ. കാരണം 10 വർഷം സിനിമ 4 മാസം 5 മാസം കൊണ്ട് ഷൂട്ടിംഗ് തീർക്കുമായിരിക്കും, അല്ലെങ്കിൽ 6 മാസം കൊണ്ട് ഷൂട്ടിംഗ് തീർക്കുമായിരിക്കും. പിന്നെ റിലീസ് ചെയ്യാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് 10 വർഷമൊക്കെ അങ്ങ് പെട്ടിക്കകത്ത് വെച്ചിട്ട് പിന്നെ ഇറക്കി വിടും. പിന്നെ അത് തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിരിക്കും. ഇപ്പം ഞാൻ പറയുന്നത് ധ്രുവ നക്ഷത്രം എന്ന് പറഞ്ഞൊരു പടം ചെയ്യാൻ വിക്രത്തിനെ വെച്ച് ചെയ്തിട്ടുണ്ട്. 2015 റിലീസാക്കാൻ വെച്ചിരുന്ന ഇനിയെങ്കിലും അതൊന്ന് ഇറക്കി വിടാവോ? അതെന്ന് പറഞ്ഞാൽ ഇനി തിയേറ്ററിൽ ഇറക്കണ്ട, ഇനി OTT ഇല്ലെങ്കിലും നല്ലൊരു OTT കിട്ടുവാണെങ്കിൽ അങ്ങനെ ഇറക്ക്. നല്ല ഒത്തിരി പേരുടെ മുന്നിൽ ആ പടം എത്തും. തിയേറ്ററിൽ ഇറക്കി അത് കൂടുതൽ വരെ എത്തത്തില്ല, പടം ഫ്ലോപ്പ് ആവാൻ സാധ്യതയുണ്ട്. കാരണം 2015 ആ കോൺസെപ്റ്റാണ്. ഞാൻ തോന്നുന്നു ഡിഗ്രി ഇറങ്ങുന്ന സമയം, ഫൈനൽ ഇയർ എക്സാം നടക്കുന്ന സമയത്താണ് തോന്നുന്നു, മെയ്യിലോ മറ്റോ തോന്നുന്നു ഇതിൻ്റെ ഫസ്റ്റ് ടീസർ ഇറങ്ങിയത്. ഇപ്പോഴും പടം റിലീസായിട്ടില്ല. പിന്നെ ഏകദേശം 2023 ഏകദേശം റിലീസാക്കേണ്ട വക്കീന് വരെ എത്തിയിട്ട് അത് മാറ്റി. നാളെ റിലീസാക്കി ഇന്ന് വൈകിട്ട് മാറ്റിയ പടം. അപ്പോൾ അതേപോലെ ഇനിയെങ്കിലും അത് OTT ഒന്ന് ഇറക്കി വിടാവോ ഗൗതം മേനോനെ? ഇനി ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സിലോട്ട് വരുവാണെങ്കിൽ ഈ ഒരു പടം കണ്ടിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇതൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിൻ്റെ സ്റ്റോറിയാണ് പറയുന്നത്. പ്രൈവറ്റ് ഡിറ്റക്റ്റീവായിട്ട് മമ്മൂക്കയും പിന്നെ ഗോകുൽ സുരേഷുമാണ് വന്നിട്ടുള്ളത്. മമ്മൂക്ക ഇതിൻ്റെ ഹെഡും പിന്നെ അസിസ്റ്റൻ്റായിട്ട് ഗോകുൽ സുരേഷും. പക്ഷേ ഈ ഒരു പടം എനിക്ക് കണ്ടിട്ട് ഇതൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആയിട്ടൊരു സ്റ്റോറി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അവരെടുക്കുന്ന എഫർട്ട് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇത് മമ്മൂക്കയ്ക്ക് ചേരാത്തൊരു സ്റ്റോറി ആയിട്ടാണ് തോന്നിയത്. പുള്ളിക്കാരൻ്റെ അഭിനയം വെച്ചല്ല ഞാൻ പറയുന്നത്. കാരണം ഇത് ഗോകുൽ സുരേഷ് ഒക്കെ അതിന് മുമ്പ് വേറെ ഒരാൾ കൊണ്ട് വെച്ച് ഇച്ചിരി ഒരു ഫീൽ ഗുഡ് ഒരു കോമഡി ഒരു ത്രില്ലറായിട്ട് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. കാരണം ഇതിനകത്ത് ആ ഒരു അപ്പോൾ ഇൻട്രോ ഒക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അതായത് മമ്മൂക്കയുടെ ഒരു ഇൻട്രോ ഉണ്ട്, ഒരു ഇൻ്റർവ്യൂവിന് ഇതുപോലെ പ്രൈവറ്റ് ഡിറ്റക്റ്റീവിൻ്റെ ഇൻ്റർവ്യൂ ആയിട്ട് ഗോകുൽ സുരേഷിനെ എടുക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അത് എനിക്ക് നല്ലതായിട്ട് തോന്നി. പിന്നെ വരുമ്പം പിന്നെ പടത്തിന് നമുക്കൊരു ആകാംക്ഷ തോന്നുന്നില്ല. ഈ ഒരു പടം തിയേറ്ററിൽ ഫ്ലോപ്പ് ആയതുകൊണ്ട് അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ഇതൊരു OTT റിലീസ് ആക്കേണ്ട ഒരു പടമാണെന്ന് എനിക്ക് തോന്നി. പാച്ചുവും അത്ഭുത വിളക്കും ഇല്ലയോ, അതിനകത്ത് ആ ഒരു അമ്മൂമ്മയുണ്ട്, പുള്ളിക്കാരിക്ക് ഒരു ഇത് കിട്ടുന്നത്, ഒരു പേഴ്സ് കിട്ടുന്നത് ലേഡീസിൻ്റെ. അപ്പോൾ ആ ഒരു പേഴ്സ് വെച്ച് ആണ് ഈ ഒരു പടം പോയേക്കുന്നത്. അത് പിന്നെ 6 പേഴ്സ് അത് വെച്ചിട്ട് പിന്നെ ഒരു കൊലപാതകം വരെ എത്തുന്നത്. ഇത് തന്നെയാണ് ഒരു തീമായിട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ മമ്മൂക്കയ്ക്ക് ഇതിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. മമ്മൂക്ക ഇപ്പോൾ ത്രില്ലർ സിനിമയൊക്കെ കാണുകയാണെങ്കിൽ പുള്ളി ഇതിനകത്ത് ഉള്ള കുറച്ച് സ്പോയിലറൊക്കെ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ത്രില്ലർ എങ്ങനെയൊക്കെയാണെന്ന് പുള്ളി കാണാതെ തന്നെ പറയും. അതാണ് പുള്ളിക്കാരൻ ഇതിനകത്ത് ഉള്ളൊരു കഴിവെന്ന് പറയുന്നത്, ഒരു സൂപ്പർ പവർ കഴിവ്. പക്ഷേ ഇത് ഈ ഒരു സിനിമയിലോട്ട് വന്നപ്പം ഇതിനകത്ത് ഏകദേശം ഇതിനകത്തൊരു ട്വിസ്റ്റൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്. ക്ലൈമാക്സിലോട്ട് അടുക്കാറുമ്പോൾ ഒരു ട്വിസ്റ്റൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ട്വിസ്റ്റിന് മുമ്പേ നമുക്ക് മനസ്സിലാവും ഇനി ഇത് പുതിയ ഒരു കാസ്റ്റിംഗ് കാണത്തില്ല, ഇതിനകത്തുള്ള കാസ്റ്റിംഗ് കാണത്തുള്ളൂ. നമുക്ക് തന്നെ ഈ ഒരു ട്വിസ്റ്റ്, ഇതിനകത്ത് ഒരു ട്വിസ്റ്റ് ഉണ്ട്, അതെനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് മനസ്സിലായി ഇതിനകത്തുള്ള ഒരാളെ ആയിരിക്കും ഇതിനകത്ത് ഈ ഒരു കൊലപാതകം ചെയ്തേക്കുന്ന അതിനകത്തുള്ള ആൾ തന്നെ ആയിരിക്കും എന്ന് തോന്നി. പക്ഷേ അത് അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ എനിക്ക് വേറെ ഒരു പടം വന്നിട്ടുണ്ട്, ബോഗൻവില്ലയ്ക്കകത്ത് ഒരു ട്വിസ്റ്റ് വന്നിട്ടുണ്ട്. ആ ട്വിസ്റ്റ് എനിക്ക് കണ്ടുകൊണ്ടിരുന്നപ്പം നമ്മൾ ഓവർ തിങ്ക് ചെയ്യും. സിനിമ ഇതുപോലെ ത്രില്ലർ വരുമ്പോൾ ഓവർ തിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പം അതുപോലെ ചിന്തിക്കുമ്പോൾ അതേപോലെ വരും, അതുപോലെ സ്റ്റോറി വരും. അതൊക്കെ ആക്സിഡൻ്റലി വരുന്നത്. പക്ഷേ എനിക്ക് ഏകദേശം അതുപോലെ തോന്നി. പിന്നെ ഇതിനകത്ത് കുറച്ച് അധികം ക്യാരക്ടറുണ്ട്. ആരൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്ന്, ഇതിനകത്ത് ലെന വരുന്നുണ്ട്. ലെനയാണ് എക്സ് വൈഫായിട്ട്, ലക്ഷ്മി എന്നാണ് പേര്. ഈ ഞാനാണോ ലെന? ഇത് ആരാ ലെന? ഈ ലെനയൊക്കെ ഫീൽഡ് ഔട്ടായിട്ട് വർഷങ്ങളായി. അവരെയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേറെ ആൾക്കാരെ പിടിക്കേണ്ട സമയമായി. ഇവരിതിനകത്ത് ഒരു സീനിലേ വരുന്നുള്ളൂ, എക്സ് വൈഫായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് 2 ക്യാരക്ടർ, ബാച്ചിലറായിട്ടുള്ള 2 ക്യാരക്ടർ വന്ന്, ഒരു ചെറുപ്പക്കാരായിട്ട് 2 ക്യാരക്ടർ വന്ന് അതിൻ്റെ സ്റ്റോറി കുറച്ചുകൂടെ മാറ്റിയായിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടി ഒരു കോമഡിയൊക്കെ കൊന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിട്ട് വന്നേ. ഗോകുൽ സുരേഷിൻ്റെ ബർത്ത്ഡേ പാർട്ടിയാണേ. ബർത്ത്ഡേ പാർട്ടിക്ക് മമ്മൂക്കയെ വിളിക്കുമ്പോൾ മമ്മൂക്കയുടെ ഡാൻസ്, അതായത് മമ്മൂക്കയുടെ ഡാൻസ് ഉണ്ട്. മമ്മൂക്കയുടെ ഡാൻസ് ഇതല്ലാണ്ട് ഇങ്ങനെ മമ്മൂക്കയുടെ ഡാൻസ് ചെയ്തിരിക്കുന്നത്. നീ അതുപോലത്തെ പരിപാടി കൊടുക്കാതിരിക്കും. അത് ചുമ്മാതെ മമ്മൂട്ടി പണ്ടും ഡാൻസ് ചെയ്തിട്ടില്ല. മമ്മൂട്ടിയുടെ പണ്ടൊക്കെ ഡാൻസ് കണ്ടിട്ടുണ്ടല്ലോ, കോമഡി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ആക്ട്രസ് ആയിട്ട് വന്നിരിക്കുന്നത് സുഷ്മിത ഭട്ടാണ് ഇതിനകത്ത് ആക്ട്രസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഇവർ തമ്മിൽ ഒരു ഫൈറ്റൊക്കെ ഉണ്ട്. മമ്മൂക്കയും ഇവരും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ മമ്മൂക്കയായിട്ട് ഒരു കിടിലൻ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ
നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പം അല്ലെങ്കിൽ പ്ലസ് ടുവിനൊക്കെ പഠിക്കുമ്പോൾ ഈ പെൺപിള്ളേർ ഫ്രണ്ടായിട്ടുള്ള പെൺപിള്ളേർ തമ്മിൽ ആണുങ്ങളും തമ്മിൽ ചിലപ്പോൾ അടി കൂടും, പോടുന്നു എന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ കിടന്ന് പിള്ളേരെ അടുത്ത് ഇങ്ങനെ അടിക്കും. നമുക്കത് വേദന പോലും എടുക്കത്തില്ല, ചുമ്മാ അടുത്ത് പോടുന്നൊക്കെ പറഞ്ഞിട്ട് അടിക്കത്തില്ലയോ. അപ്പോൾ അതേപോലെ മമ്മൂക്കയും ഈ പെണ്ണും അതാ സുഷ്മിത ഭട്ടും കൂടെ ചെന്ന് അടി കൂടുമോ. അത് കണ്ടിട്ട് എനിക്ക് ചിരിയാ വരുന്നത്. മമ്മൂക്കയുടെ ഹെൽത്ത് അതിനകത്ത് അറിയാനുണ്ട്, നമുക്ക് ആ ഒരു ഫൈറ്റിനകത്ത് നല്ലോണം അറിയാനുണ്ട്. എങ്കിലും അതിനകത്ത് കാണിച്ചു വെച്ചേക്കുന്ന ഫൈറ്റ് എന്തോ ട്വിസ്റ്റ് പൊട്ടിക്കുന്ന ഫൈറ്റാണ് അതൊക്കെ. എന്തോ ട്വിസ്റ്റ് ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളത് പടം കണ്ടു നോക്കുക. പിന്നെ അതിനകത്ത് അടുത്ത ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മീനാക്ഷി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത് വാടകയ്ക്കകത്ത് ആ മുടി പോയ കൊച്ചി. ആ കൊച്ചിന് വലിയ റോളൊന്നുമില്ല, നീ അല്ലയോ അവൻ എന്ന് ചോദിക്കുന്നത്, അത്രേ സീനേ ഉള്ളൂ. പിന്നെ കുറച്ച് മേക്കിംഗ് ഒക്കെ ഉണ്ട്, എഡിറ്റിംഗ് ഒക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. എഡിറ്റിംഗ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ആൻ്റണിയാണ് എഡിറ്റിംഗ് ചെയ്തേക്കുന്നത്. എഡിറ്റിംഗ് ഒക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മേക്കിംഗ് ഒക്കെ അത്യാവശ്യം നല്ലതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വിഷ്ണുദേവാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ക്യാമറ ചെയ്തേക്കുന്നത്, അതും നല്ലതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ഇറക്കിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ പെട്രോൾ അടിക്കാനാണ് തോന്നുന്നു, കാറിന് പെട്രോൾ അടിക്കാൻ. അപ്പോൾ ഇതിനകത്ത് വലിയ ഇതൊന്നുമില്ല. തുടക്കം തൊട്ട് എന്തോ മമ്മൂക്കയും ഗോകുൽ സുരേഷും കൂടി തമിഴ്നാട്ടിൽ പോകുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കേരളത്തിൽ വരുന്നു, പിന്നെ തമിഴ്നാട്ടിൽ പോകുന്നു, ഊട്ടി പോകുന്നു, കൊടൈക്കനാലിൽ പോകുന്നു, അങ്ങനെ ഒരു ട്രിപ്പ്. ഏറ്റവും കൂടുതൽ പെട്രോൾ അതിനകത്ത് അടിച്ചേക്കുന്നത് ഇതിനകത്ത് ബഡ്ജറ്റായിട്ട് വന്നേക്കുന്നത് പെട്രോൾ അടിക്കാനാണ് തോന്നുന്നു. അപ്പോൾ അവർക്കൊരു ട്രിപ്പ് ആകുമല്ലോ, അപ്പോൾ അത് ഇതിനകത്ത് നല്ലോണം കാണിച്ചു വെച്ചിട്ടുണ്ട്, ട്രിപ്പിൻ്റെ കൂട്ട്. പിന്നെ ഇതിനകത്ത് വേറെ ഒന്നും എടുത്ത് പറയാനില്ല. എനിക്കിതൊരു ഡിക്റ്റേറ്റീവ് സ്റ്റോറി ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. വേണമെങ്കിൽ ആക്കിയെടുക്കായിരുന്നു ഇപ്പോൾ, അല്ലെങ്കിൽ ഇച്ചിരി ഒരു നർമ്മമൊക്കെ വെച്ച് ഇതിനകത്ത് എങ്ങും എത്താത്തൊരു സ്റ്റോറി. കാരണം പടത്തിനൊരു ഇത് കിട്ടുന്നില്ല, എന്ത് പറയുന്നത്, നമുക്കൊരു ഒരു ആകാംക്ഷയുണ്ടല്ലോ അടുത്ത സീനിലോട്ട് എന്തുമായിരിക്കും, അത് ഇങ്ങോട്ട് തോന്നിയില്ല. പക്ഷേ ഒരു തീം ഈ ഒരു പടത്തിനുണ്ട്, പക്ഷേ ആ ഒരു തീം നല്ല രീതിയിൽ വന്നില്ല. ഈ ഒരു പടം OTT റിലീസ് ചെയ്യുന്നേ കൊള്ളത്തുള്ളെന്ന് എനിക്ക് തോന്നി. തിയേറ്ററിൽ ഫ്ലോപ്പ് ആയതിൽ അത്ഭുതമൊന്നുമില്ല. ഇതാണ് എനിക്ക് ഈ പടത്തിനെ കണ്ടിട്ട് തോന്നിയത്. ഇനി എനിക്കത് ആ പടം കാണണമെന്നില്ല. അത് തന്നെയാണ് ആ പടത്തിൻ്റെ പരാജയം എന്ന് പറയുന്നത്. ചില ഡിക്റ്റേറ്റീവ് സ്റ്റോറി കണ്ടാൽ നമുക്ക് ഒന്നും കൂടെ അത് കാണണമെന്ന് തോന്നും. ഇതെനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തീരണേന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ഫ്ലോപ്പ് പടത്തിന് രണ്ടാമത്തെ ഒരു പാർട്ടും കൂടി ഇട്ടിട്ടുണ്ട്. അത് എന്തിനാണെന്ന് ഈ എന്തായാലും വരാനൊന്നും പോകുന്നില്ല, ചുമ്മാ ഇപ്പോൾ ഇറങ്ങുന്ന ഒരു സ്റ്റൈലാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇറങ്ങുന്ന പടത്തിൻ്റെ എല്ലാം നോക്കിയാൽ മതി, മറ്റേ ബാഹുബലി ഫസ്റ്റും സെക്കൻഡും KGF ഒക്കെ ഇറക്കി കഴിഞ്ഞാൽ അത് 2 മുറിയായിട്ട് ആ പടം ഇറക്കുന്നത്. അതുപോലെ സെക്കൻഡ് പാർട്ട് അവർ നേരത്തെ ഫിക്സ് ആക്കി വെച്ചിട്ടാണ് ഇറക്കുന്നത്. എന്നിട്ട് ഇത് ചുമ്മാ ആർക്കും വേണ്ടാത്ത പടമൊക്കെ ഇപ്പോൾ ഇറങ്ങുന്ന ഈ പടത്തിന് മാത്രമല്ല, എല്ലാ പടത്തിൻ്റെ കാര്യം കൂടെ പറഞ്ഞത്. എനിക്ക് ഈ പടം കണ്ടിട്ട് പടം കണ്ടിട്ട് വലിയൊരു ട്വിസ്റ്റായി പോയി. നമുക്ക് ഈ ദൃശ്യമൊക്കെ കണ്ടിട്ട്, ദൃശ്യമൊക്കെ കാണുമ്പോൾ നമുക്ക് ഫാക്ടർ എടുക്കും. ദൃശ്യം 2 ഒക്കെ കാണുമ്പോൾ രണ്ടാമത്തെ പാർട്ടൊക്കെ ഉണ്ടല്ലോ ദൃശ്യത്തിന്, അതൊക്കെ കാണുമ്പോൾ നമുക്ക് അവസാനം മറ്റേ ഇത് പിടിക്കത്തില്ലയോ എന്നൊക്കെ അറിയത്തില്ല. എല്ല് കഷ്ണം കൊണ്ടുവന്ന് നമുക്കിത് ചെയ്യുമ്പം അത് പിടിക്കത്തില്ലയോ എന്ന് അത് അവസാനം അറിയുമ്പം അതെങ്ങനെയാണെന്നുള്ള രീതി കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ കണ്ടിട്ട് എന്നുള്ള ഒരു ഇത് കിട്ടും. അത് അങ്ങനെയൊക്കെ വേണം ഡിക്റ്റേറ്റീവ് ഒക്കെ എടുക്കാൻ. ഇത് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ആവറേജ് സ്റ്റോറി, അത്രയും അതിൽ കൂടുതൽ എനിക്ക് പറയാനൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.